ഹായ് കുട്ടീസ്, ഇന്ന് നമ്മുടെ ഡ്രോയിങ് ബുക്ക് ഇതുപോലെ തന്നെ ഒരു പുതിയ പേജ് ഇതാ നീളത്തിലെടുത്തിട്ട് നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഇതാ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 സൈഡും നല്ല രീതിയിലായിട്ട് നീറ്റായിട്ട് ഒട്ടിച്ചു. ഇനി നമ്മൾ ഓയിൽ പാസ്റ്റൽ എടുത്തിട്ട് യെല്ലോ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറുമാണ് എടുക്കുന്നത് കേട്ടോ. ഇനി മുകളിൽ ഭാഗത്തായിട്ട് നമ്മൾ യെല്ലോയും അതുപോലെ അടിയിൽ നമ്മൾ ഓറഞ്ചുമാണ് കൊടുക്കുന്നത്. നോർമൽ ഓറഞ്ച് കളറാണ്. യെല്ലോ കളർ ആണെങ്കിൽ നമുക്ക് ലെമൺ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡ് എടുക്കാം കേട്ടോ. മുകളിൽ യെല്ലോ കളറും അതുപോലെ തന്നെ അടിയിൽ നമ്മൾ ഓറഞ്ച് കളറുമാണ് ബേസിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും യെല്ലോ കളറും ഓറഞ്ചും എടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ഒരു യെല്ലോ പാസ്റ്റൽ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുന്നുണ്ട്. പെൻസിൽ യൂസ് ചെയ്തും നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം വരയ്ക്കുമ്പോൾ എന്തായാലും പെൻസിൽ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഓയിൽ പാസ്റ്റലാണ് നല്ലത് കേട്ടോ. ഇനി ഇവിടെ ഞാൻ ഒരു ചെറിയ മാസ്കിൻ ടാപ്പ് എടുത്തിട്ട് ആ ഒരു സർക്കിളിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിനുള്ള എപ്പോഴും നമുക്ക് വൈറ്റ് ആയിട്ട് തന്നെ കിട്ടണം. കാരണം ഒരു മൂണിനെയാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം വൈറ്റ് ആണ്. ബാക്കിയുള്ള പോർഷൻസിൽ ഇതുപോലെ ഞാനൊന്ന് മാസ്കിൻ ടാപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കളർ കയറാത്ത രീതിയിലൊന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ യെല്ലോ കളർ മുകളിൽ നല്ല രീതിയിലൊന്ന് ഓയിൽ പാസ്റ്റൽ യൂസ് ചെയ്ത് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ഭാഗമാണ് യെല്ലോ കളർ. ഇതിന് മുകളിലത്തെ പോർഷൻസ് ഒക്കെ യെല്ലോ കളറിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ യൂസ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ സ്പോഞ്ച് പീസ് വെച്ചിട്ടാണ് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു യെല്ലോ പേപ്പറായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് നമ്മൾ ഓറഞ്ച് ആണ് കേട്ടോ. ഈ ഓറഞ്ച് കളറും ഇതുപോലെ തന്നെ അടിയിൽ നല്ല രീതിയിലൊന്ന് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഇതേപോലെ തന്നെ സെയിം സ്പോഞ്ച് വെച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു വൈറ്റ് അതുപോലെ തന്നെ ആ ഒരു യെല്ലോ ഇതൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടണം. ഇനി നമുക്ക് ബ്ലാക്ക് പെൻസിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് പെൻസിൽ നമ്മളെ കളർ പെൻസിൽ നിന്നാണ് ബ്ലാക്ക് എടുത്തിട്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഓയിൽ പാസ്റ്റൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ പാസ്റ്റൽ ബ്ലാക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഓയിൽ പാസ്റ്റൽ ബ്ലാക്കിനെ എടുത്തിട്ട് നമുക്ക് അടിയിൽ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, കൂട്ടുകാരൊക്കെ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ഒരു സിംഗിൾ ലൈൻ കേട്ടോ, വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ലൈനാണ് വരച്ചിട്ടുള്ളത്. കണ്ടോ, ഇതുപോലൊരു ലൈൻ തിന്നായിട്ട് വരച്ചാൽ മതി. ഇനി നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം അവിടെ ബ്ലെൻഡ് ആവും കേട്ടോ. നല്ല സ്മൂത്താണ്. ഓയിൽ പാസ്റ്റൽ ആയതുകൊണ്ട് നമുക്കറിയാം അല്ലേ, നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. നമുക്കിങ്ങനെ കൈകൊണ്ടൊക്കെ കാണിക്കാം അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം നല്ല നീറ്റായിട്ട് ക്ലിയർ ആയി. ഇനിയാണ് നമുക്ക് ബ്ലാക്ക് പെൻസിലിൻ്റെ ആവശ്യം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ആ ലൈൻ എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മളെ കൈ ഒന്ന് ടിഷ്യൂ എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണേ. അപ്പോൾ കൂട്ടുകാർ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ കൈ നല്ല സോപ്പിട്ട് വാഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ബ്ലാക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് വരയ്ക്കണം. ഞാനിവിടെ വരയ്ക്കുന്നത് കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ, കുഞ്ഞു കുഞ്ഞു ചെടികളാണ് അടിയിൽ ആദ്യം തന്നെ വരയ്ക്കുന്നത്. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ലൈൻസ് ഇടുമ്പോൾ ഈ ഒരു ബ്ലാക്ക് ലൈൻസിൽ നിന്ന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കല്ല കേട്ടോ. കണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇടുന്ന ഭാഗം ഡാർക്കും അതിൻ്റെ അറ്റത്തേക്ക് എത്തുമ്പോൾ അത് ലൈറ്റ് കളറായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ലൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ മനസ്സിലാവാത്തൊരു ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ ലൈൻ ചെയ്യുന്നത്. രണ്ട് ഭാഗത്തേക്കും കുഞ്ഞതായിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ലൈൻ ചെയ്യുന്ന പോലെ, നമ്മൾ എന്തെങ്കിലും വരയ്ക്കുമ്പോൾ കൈ അത് വന്ന് തെറ്റിക്കഴിഞ്ഞാൽ വരുന്ന ലൈൻസ് ഇല്ലേ, അതുപോലെയാണ് ഇവിടെ നമ്മൾ ഗ്രാസിന് വേണ്ടിയിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ടിട്ട് ഒരു 4 എണ്ണമൊക്കെ ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്രാസുകളും കൂടി നമ്മൾ അടിയിൽ നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്യുക, അതായത് ഗ്യാപ്പ് ഇല്ലാതെ തിക്കായിട്ട് വരുന്ന രീതിയിലൊന്ന് വേഗം തന്നെ അടിഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക, മാസ്കിൻ ടാപ്പ് നിർബന്ധമാണ്. മാസ്കിൻ ടാപ്പ് കയ്യിലില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ മാർജിനൊക്കെ വരച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ മാർജിൻ വരയ്ക്കുമ്പോൾ എങ്ങനെയായാലും നമ്മൾ കളർ ബ്ലെൻഡ് ചെയ്യുമ്പോൾ പോവും. അപ്പോൾ പോവാതെ നോക്കി പതുക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ നിങ്ങൾക്ക് മാസ്കിൻ ടാപ്പ് ഇല്ലാതെ ചെയ്യാം. അങ്ങനെ നമ്മൾ അടിയത്തെ പോർഷൻസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഈ അറ്റം വരെ ഒന്നിങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിയിലെ ഗ്രാസുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയൊരു തെങ്ങ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് യെല്ലോ കളറിൻ്റെ ഈ ഒരു പോർഷൻ എന്നാണ് ഇതുപോലെ ഇങ്ങനെ വളച്ചിട്ട് ഒരു ലൈൻസ് എടുക്കുന്നുണ്ട്. ആ ലൈനിൻ്റെ തൊട്ടടുത്ത് നിന്നായിട്ട് വേറൊരു ലൈനും കൂടി നമ്മളെ വലിയ ഗ്രാസില്ലേ, നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ള ആ ഗ്രാസിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ തന്നെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ കാണാനൊന്നും പറ്റില്ല. ഒരു സൈഡ് പോർഷൻസ് മാത്രമേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മളിവിടെ പെയിൻറ്റിങ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ ടാപ്പ് ഒട്ടിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വരച്ചു കൊടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് കാണുന്നൊരു സെക്ഷനാണ്. അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് അറ്റം ഒന്നും കാണില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ഡ്രോയിങ്ങിലേക്ക് എത്തണം കേട്ടോ. ഇവിടെയും നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ വരച്ചു കൊടുക്കരുത്. ഫ്രീ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ തെറ്റുമ്പോൾ കൈ വരയ്ക്കുന്ന പോലെ ഒറ്റ ലൈൻ, അങ്ങനെയാണ് ഇതിലുള്ള എല്ലാ ലൈൻസും ഫില്ല് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു ലൈൻസുകൾ ഇതുപോലെ
ഒരു സൈഡിൽ കേട്ടോ. ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ നിങ്ങൾക്ക് ലൈൻസ് ഇടേണ്ടുള്ളൂ. അപ്പോൾ ഓല എന്നൊക്കെ പറയില്ലേ, നമ്മൾ തെങ്ങിൻ്റെ ഓല വരയ്ക്കുന്ന പോലെയാണ് ഈ ഒരു ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, കണ്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പട്ടയ്ക്ക് ഓലയാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഇലകൾ വരയ്ക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് തെങ്ങിൽ കുറച്ച് ഓലകളൊക്കെ വരച്ചൊന്ന് ഫില്ല് ചെയ്യണം. ഇതിങ്ങനെ വരയ്ക്കും നമ്മളൊരു സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ മറ്റേ അറ്റം നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുള്ളൂ. അപ്പോൾ ഇതിൽ മാത്രമേ അങ്ങനെ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിലും നമുക്ക് രണ്ട് സൈഡിലും ഈ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ലൈൻസ് ഇടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക ലൈൻസ് ഇടും. ഫസ്റ്റ് ടൈം ഇതുപോലെ നമ്മൾ ലൈൻസ് ഒക്കെ ഇടുന്ന കൂട്ടുകാരാണെങ്കിൽ പഴയൊരു റഫ് പേപ്പറിൽ ലൈൻസ് ഇട്ട് ഇതുപോലെ ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ബേസിലേക്ക് കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ തെറ്റി കഴിഞ്ഞാൽ മായ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഓയിൽ പേസ്റ്റിൽ ചെയ്യുന്ന ടൈമിൽ തെറ്റി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു പാട് നമുക്ക് ലൈറ്റായിട്ട് അവിടെ പിന്നീട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് കൊടുക്കുന്ന ഷെയ്ഡിൽ കേട്ടോ. ബ്ലാക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ലൈറ്റായിട്ട് കൊടുക്കുന്ന ഏത് ബേസിലും നമ്മൾ തെറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇറേസർ ഒന്ന് യൂസ് ചെയ്തിട്ട് അവിടെ മായ്ച്ചു കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റഫായിട്ട് വരച്ച് നോക്കി നീറ്റായതിന് ശേഷം മാത്രം ബേസിലേക്ക് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് റൂൾ പെൻസിൽ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ തെറ്റിയാൽ മായ്ക്കാം, അങ്ങനെ ഓരോ ഓപ്ഷനും ഇല്ല. സോ നമ്മൾ വരയ്ക്കുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. ഒരു റഫായിട്ടൊക്കെ വരച്ച് നോക്കാം കേട്ടോ. ഇവിടെ ഇതുപോലെ കുറച്ച് തേങ്ങകൾ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് സർക്കിൾസ്. അപ്പോൾ ഓലയുടെ ലീഫിൻ്റെ പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്തു. ലാസ്റ്റ് ഇതുപോലെ ഒരെണ്ണം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്തും ഇതേപോലെ തന്നെ ഒന്ന് ലൈൻസ് ഇട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതാ പതുക്കെ ഒരു ബ്ലാക്ക് ഓയിൽ പാസ്റ്റൽ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ലൈൻ ചെയ്താൽ മതി. കണ്ടോ, എല്ലായിടത്തും കളർ ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ലൈറ്റായിട്ട് പുറത്ത് പോകാതെ പതുക്കെ ഒന്ന് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് ലൈൻ ചെയ്തതിന് ശേഷം ഇവിടെയും നമ്മളെ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ബാക്കി കളർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് ചെയ്യുന്നേ ഉള്ളൂ, കാരണം ഓയിൽ പാസ്റ്റലാണ്, നല്ല ഓയിലാണ്. നല്ല ഡാർക്കാക്കി കൊടുത്താൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ നമ്മൾ ലൈറ്റായിട്ട് മാത്രം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ, ഈ ഒരു അറ്റം. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ആകുമ്പോൾ നമുക്ക് കൺമഷിയുടെ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ കൂട്ടുകാർക്കൊക്കെ. പക്ഷേ കൺമഷി ഒന്നല്ല കേട്ടോ, നിങ്ങൾ കണ്ണിലൊന്നും എടുത്ത് എഴുതാനൊന്നും നിൽക്കരുത്. നമ്മൾ ഏത് പാസ്റ്റൽസോ അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ കയ്യിലായാലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കണ്ടോ, പെട്ടെന്ന് തന്നെ നല്ലോണം ആ കളറ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഓയിൽ ടൈപ്പാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അടിപൊളിയായിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഫിംഗർ വെച്ചിട്ടോ. ഫിംഗറിൽ വേറെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. ഇപ്പോഴും കൂട്ടുകാരെ ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സൈഡിൽ നമുക്ക് കുറച്ച് കാക്ക അല്ലെങ്കിൽ ബേഡ്സ് പക്ഷികളൊക്കെ വരയ്ക്കുന്ന പോലെ ഇതുപോലെയാണ് വരയ്ക്കുന്നത്. നോക്കുക, നോർമൽ 6 വരയ്ക്കുന്ന പോലെ വരയ്ക്കരുത്. ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇത്രയും നീളം ഒരു സൈഡിലേക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുറച്ചെണ്ണം വരച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് എത്ര വേണമെങ്കിൽ നമുക്കവിടെ വരയ്ക്കാം കേട്ടോ, സ്പേസ് അനുസരിച്ച്. ഇനി നമ്മൾ ഒളിച്ച് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു താരം ഇവിടെ സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട്. ആളെ നമുക്ക് പതുക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ എടുക്കുന്ന ടൈമിൽ ഒരു യെല്ലോ കളർ, നമുക്കവിടെ വൈറ്റ് കളർ പോകുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ നമ്മളൊന്ന് യെല്ലോ കളർ ആണെങ്കിൽ യെല്ലോ, ഓറഞ്ചിൻ്റെ ഷെയ്ഡാണ് പോയിട്ടില്ലെങ്കിൽ അത് ആ കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടാപ്പ് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ടാപ്പ് ഇതുപോലെ ഒന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ബേസ് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. നമ്മളിങ്ങനെ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മാർജിൻ അല്ലെങ്കിൽ ലൈൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ.